വന്നൊരു വാർത്തയിലേക്ക്. മൂന്നാർ രാജമലയിൽ വീണ്ടും വാഹനം തടഞ്ഞ പടയപ്പ. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസിന്റെ വഴി തടഞ്ഞാണ് രാജമല 8-ാം മൈലിൽ പടയപ്പ നിലയുറപ്പിച്ചത്. വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് ഈ ഒരു പടയപ്പ വീണ്ടും വഴി തടയലൊക്കെ ആരംഭിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇവിടെ നിന്ന് പോയ ഒരു തമിഴ്നാട് ബസ്സിലേക്ക്, അതായത് തമിഴ്നാട് സർക്കാർ ബസ്സിൽ യാത്രക്കാരുമായി പഴനിയിലേക്ക് പോയ ബസ്സാണ് തടഞ്ഞത്. വാഹനത്തിന്റെ മുൻവശത്തെ ചില്ല് തുറക്കുകയും ചെയ്തു. ഇതുവഴി പോയ വാഹനങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും പടയപ്പ ഇപ്പോൾ വളരെ പ്രകോപനമായ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മറിയൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ തന്നെ, നൈമക്കാടും മറിയൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ തന്നെ അന്തർ സംസ്ഥാന പാതയിൽ നൈമക്കാടും രാജമല അടക്കമുള്ള സ്ഥലങ്ങളിൽ തന്നെ ലോറി തടയുകയും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ ചില്ല് തകർക്കുകയും ബൈക്കിന് നാശനഷ്ടം വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഈ മറിയൂർ കടുകുമുടിയിലെത്തിയ പടയപ്പെ വനവകുപ്പ് തുറത്താൻ ശ്രമിച്ചെങ്കിലും ഈ നേരിയ വലിയ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടെ, രാത്രിയോടെയാണ് തന്നെയാണ് ഈ തമിഴ്നാട് പഴനിക്ക് പോയ ഒരു ബസ്സിന് നേരെ പടയപ്പ ഈ വാഹനം തടഞ്ഞ് മുൻവശത്തെ ചില്ല് തീർത്ത് യാത്രക്കാരെല്ലാം ഭയന്നു. എങ്കിലും യാത്രക്കാർ ബഹളം വെച്ചതും അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ ഹോൺ മുഴക്കിയതോടെ തന്നെ പടയപ്പ സമയത്തെ വനത്തിലേക്ക് കയറുകയായിരുന്നു. ഏതായാലും വനവകുപ്പ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വിദ്യ, പടയപ്പ വാഹനങ്ങൾ തടയാറൊക്കെ ഉണ്ട് എങ്കിൽ പോലും പ്രകോപനം ഉണ്ടാക്കുന്ന അവസ്ഥയിലൊക്കെ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇത്തരത്തിലൊരു അക്രമകാരി ഒക്കെ ആകുന്ന രീതിയിലൊക്കെ മാറിയിരിക്കുന്നത്. ഇപ്പോഴും അത്തരത്തിൽ ബസിന്റെ ചില്ല് തകർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വനവകുപ്പ് നമ്മളോട് വ്യക്തമാക്കിയത് മതപ്പാട് ഉണ്ടെന്നാണ്. ഈ പടയപ്പയ്ക്ക് മതപ്പാട് ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പല സ്ഥലങ്ങളിലും ഇറങ്ങിയ പടയപ്പ വാഹനങ്ങൾക്ക് നേരെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ വാഹനങ്ങൾ ആക്രമിക്കുന്നു. അതോടൊപ്പം തന്നെ പല വാഹനങ്ങളുടെയും നാശനഷ്ടം വരുത്തുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പടയപ്പ മുന്നോട്ട് പോകുന്നത്. ഇതിനു മുന്നും നമ്മൾ പടയപ്പയുടെ ദൃശ്യങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു. കാരണം പടയപ്പ പല സ്ഥലങ്ങളിൽ എത്തിയാൽ തന്നെയും ആഹാര സ്ഥലങ്ങൾ അകത്താക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് മാറുന്ന ഒരു രീതി, അല്ലെങ്കിൽ വനമേഖലയിലേക്ക് മാറുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പടയപ്പ ഈ നിലവിൽ പ്രകോപനം ഉണ്ടാക്കുന്ന നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ വനവകുപ്പ് നൽകുന്ന വിശദീകരണം കാട്ടിൽ ആഹാരമോ അതോടൊപ്പം തന്നെ വെള്ളമോ കിട്ടാത്ത രീതിയിലാണ് ഈ പടയപ്പ ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പടയപ്പയ്ക്ക് ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാരണം മതപ്പാട് ഉണ്ടെന്നാണ് ഈ വനവകുപ്പിന്റെ ഒരു വിശദീകരണം. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണം. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന പടയപ്പയെ വനവകുപ്പ് കാട്ടിലേക്ക് തുറക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചടിയാവുന്നത്. വിദ്യ, നീഷ് വ്യക്തമാണ്. മൂന്നാർ രാജമലയിൽ വീണ്ടും വാഹനം തടഞ്ഞ പടയപ്പ. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിന് വഴി തടഞ്ഞാണ് രാജമല 8-ാം മൈലിൽ പടയപ്പ നിലയുറപ്പിച്ചത്. ബസിന്റെ ചില്ല് തകർത്തു. അതിനുശേഷം ജനങ്ങളുടെ ബഹളത്തിനും വണ്ടി ഹോൺ മുഴക്കിയതോടുകൂടി തിരികെ വനത്തിലേക്ക് കയറി എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നത്.